അപ്പോൾ ക്രോഷേ കീ ചെയിൻ മേക്കിങ്ങിൽ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്വിസ് റോൾ കേക്കാണ്. സ്ട്രോബെറി സ്വിസ് റോൾ കേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ പിങ്കും വൈറ്റും എടുത്തേക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ നല്ല സിമ്പിളായിട്ടുള്ളതായതുകൊണ്ട് ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. നമ്മൾ 40 ചെയിൻസ് പിങ്ക് യാണിൽ ചെയ്തിട്ട് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ഫുള്ള് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്തത് നമുക്ക് ഡബിൾ ക്രോഷയുടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും 2 ചെയിനാണ് ഡബിൾ ക്രോഷയ്ക്ക് പകരമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. ഇത് ഫുള്ള് റോ 1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റോ 2ലേക്ക് പോകുന്നതിന് മുമ്പും ഇതുപോലെ നമ്മൾ ചെയിൻ 2 ചെയ്ത് കൊടുക്കും. എന്നിട്ട് സെയിം സാധനം തന്നെ വീണ്ടും ഫുള്ള് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫൈനലി ഇത് ഇങ്ങനെയാണ് ഇരിക്കുക. ഇനി വൈറ്റ് യാണിൽ ചെയ്യുമ്പോൾ സെയിം പാറ്റേൺ തന്നെ, പക്ഷെ നമ്മൾ ഇതിൽ 20 ചെയിൻ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതുപോലെ റോ 1ഉം റോ 2 ഇനി ഇതിനെ രണ്ടിനും കൂടെ അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഷോർട്ടായിരിക്കും വൈറ്റ് യാണ്. അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് ഗ്ലൂ വെച്ചത് അത്ര സേഫായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് സ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിങ്ക് കളറാണ് വെച്ചിട്ട്, കാരണം പുറത്ത് പിങ്ക് കളറല്ലേ വരുന്നത്. ഇനി അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു ക്രീം പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വൈറ്റ് ആണ് വെച്ചിട്ട് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 10 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വയ്ക്കാൻ ഒരു ചെറി ഉണ്ടാക്കുന്നതാണ്. 3 ചെയിൻസ് ഇട്ടിട്ട് ഫസ്റ്റത്തെ ചെയിനിലേക്ക് 3 അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ അതൊരു കുഞ്ഞ് പഫ് സ്റ്റിച്ച് പോലെ വരും. അത് ഒരു ചെറിയുടെ ഒരു ലുക്കും കിട്ടും നമുക്ക്. അതിന് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ അത് സെക്യൂർ ചെയ്ത് യാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കും. നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കും. എല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ട് നമുക്കൊരു കീ ചെയിനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി കീ ചെയിൻ റെഡിയായിട്ട് നല്ല സിമ്പിളായിട്ടുള്ള പാറ്റേൺ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കരുതേ.